ഹായ് വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ് ടോക്സ്. ഈ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജിമ്മിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചേ പറ്റൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജിമ്മിൽ യൂസ് ചെയ്യുന്ന ഷൂസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ഷൂസ് യൂസ് ചെയ്യാൻ നോക്കുക. അത് പുറമെ ഉപയോഗിക്കാതെ ജിമ്മിലേക്ക് മാത്രമായി സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഷൂസ് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ഷൂസ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ ബ്രാൻഡ് എന്നില്ല, നിങ്ങളുടെ ഷൂസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. ഇത് മാക്സിമം യൂസ് ചെയ്യുക. അത് ജിമ്മിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് പുറമെ യൂസ് ചെയ്ത ഷൂസ് ഒരു കാരണവശാലും നിങ്ങൾ നമ്മുടെ ജിമ്മിന്റെ ഫ്ലോറിന്റെ അകത്ത് ഉപയോഗിക്കരുത്. അത് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ്. കാരണം ജിം ഒരു പബ്ലിക് സ്പേസ് അല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലീൻ ഷൂസസ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മറ്റൊന്ന് ഡ്രസ്സിന്റെ കാര്യമാണ്. ഡ്രസ്സ് നമ്മൾ ഫ്ലെക്സിബിൾ ഡ്രസ്സസ് ആണ് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രം പോരാ, ഡ്രസ്സ് ക്ലീൻ ആൻഡ് നീറ്റ് ഡ്രസ്സസ് യൂസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചില ആളുകളുടെ ജിമ്മിലല്ലേ ഇനി വേർക്കാൻ പോകുന്നതല്ലേ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ മുഷിഞ്ഞ ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സസ് ഇട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി ഓർഡേഴ്സ് വരും. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഡ്രസ്സസ്, നല്ല ക്ലീൻ ഡ്രസ്സസ് നമ്മുടെ ജിം ഫ്ലോറിൽ യൂസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ പബ്ലിക് ഏരിയ. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സസ് നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സസ് ഉപയോഗിക്കുക. പെർഫ്യൂംസ്, അതുപോലെ നമ്മുടെ ബോഡി ഓർഡേഴ്സിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു പ്രശ്നമില്ലാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, മറ്റുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യാം. മറ്റൊന്ന് ജിമ്മിൽ യൂസ് ചെയ്യുന്ന ടവൽസ് ആണ്. നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടവൽ യൂസ് ചെയ്യേണ്ടതാണ്. ടവൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ ടവൽ സഹായിക്കുന്നതാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ടവൽ വിരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. മാത്രമല്ല ഈ ടവൽ നിങ്ങൾ കഴുകാനും മറക്കരുത്. വർക്കൗട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴുകാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ടവൽ നിങ്ങൾ ജിമ്മിൽ മാത്രം യൂസ് ചെയ്യുക. മറ്റൊന്ന് നാം മെഷീൻസ് യൂസ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ജിമ്മുകളുടെയും മെഷീൻസ് വ്യത്യാസം ഉണ്ടാവും, അതിന്റെ മെക്കാനിസം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആദ്യം ട്രെയിനേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, മെഷീൻസ് യൂസ് ചെയ്യും. പിന്നെ ഒന്ന് മെഷീൻസിന്റെ ടൈമിംഗ് ആണ്. നമുക്ക് അതൊരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് തന്നെ പല ആളുകളും വർക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു മെഷീനിൽ തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കാതെ കറക്റ്റ് ടൈമിൽ വർക്കൗട്ട് ചെയ്ത് മാറി മെഷീൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ സഹായിക്കും. മറ്റൊരു കാര്യം, വെയിറ്റ്സ് റീറാക്ക് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെയിറ്റ്സ് മറ്റുള്ള ആളുകൾക്കും വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഈ വെയിറ്റ്സ് തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥ ജിം ഫ്ലോറിൽ സാധാരണ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർക്കൗട്ട് കഴിഞ്ഞാലും ആ വർക്കൗട്ട്സിന് കഴിഞ്ഞതിന്റെ വെയിറ്റ്സ് കറക്റ്റായിട്ട് അതിന്റെ സ്ഥാനത്ത് കൊണ്ട് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യം. അത് നിങ്ങളുടെ വർക്കൗട്ടിന് മാത്രമല്ല, മറ്റുള്ള വർക്കൗട്ടിനെ കൂടി ബാധിക്കുന്നതാണ്. മിനിമം ജിമ്മിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നിങ്ങളുടെ വർക്കൗട്ടിനെ മാത്രമല്ല, മറ്റുള്ളവരെ സുഖമായിട്ട് വർക്കൗട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.